ഒരിടത്തൊരു കാട്ടിൽ കുറുമ്പനായ ഒരു ആനക്കുട്ടനുണ്ടായിരുന്നു. മറ്റു ചെറിയ മൃഗങ്ങളെ ഒരാവശ്യവുമില്ലാതെ അവൻ ഉപദ്രവിക്കും. അങ്ങനെ ഇരിക്കൊരു ദിവസം കാട്ടിൽ കളിച്ചു നടക്കെ ഒരു വലിയ മരക്കൊമ്പിൽ അവനൊരു കുരുവിയുടെ കൂട് കണ്ടു. ഉടനെ തന്നെ അവൻ ആ മരച്ചില്ല തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് കുലുക്കാൻ തുടങ്ങി. ആ കൂട്ടിൽ കുറേ മുട്ടകളുണ്ടായിരുന്നു. പാവം അമ്മക്കുരുവി. അവൾ വേഗം പറന്നു ചെന്ന് ആനക്കുട്ടനോട് പറഞ്ഞു, "ആനക്കുട്ട, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. എന്റെ മുട്ടകൾ താഴെ വീണ് ഉടഞ്ഞു പോകും." ആനക്കുട്ടനുണ്ടോ കുരുവിയുടെ കരച്ചിൽ കേൾക്കുന്നു. അവൻ കൂടുതൽ ശക്തിയോടെ മരച്ചില്ല കുലുക്കി. കുരുവിയുടെ മുട്ടകൾ ഓരോന്നായി താഴെ വീണുടഞ്ഞു. പാവം അമ്മക്കുരുവി കരഞ്ഞു തളർന്ന് അവിടെയിരുന്നു. അവൾ ആനക്കുട്ടനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, "നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ ദുഷ്ട. ഇത്തിരി പോന്ന നീ എന്നെ എന്തു ചെയ്യാനാണ്?" ആനക്കുട്ടൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നും എങ്ങോട്ടോ പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മരത്തിൽ കൂടുകൂട്ടിയിരുന്ന ഒരു തേനീച്ച കുരുവിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മക്കുരുവി ആ തേനീച്ചയോട് ചോദിച്ചു, "ദുഷ്ടനായ ആ ആനക്കുട്ടനോട് പകരം വീട്ടാൻ എന്നെ സഹായിക്കാമോ?" "ഞാൻ എന്ത് ചെയ്യാനാണ്?" തേനീച്ച ചോദിച്ചു. "എനിക്കൊരു ഉപായം തോന്നുന്നുണ്ട്, ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് ഒരാളുടെ സഹായം കൂടി ആവശ്യമുണ്ട്," കുരുവി പറഞ്ഞു. എന്നിട്ടവൾ അടുത്ത കുളത്തിൽ താമസിക്കുന്ന തവളക്കീട്ടനെ പോയി കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. തവളച്ചേട്ടൻ വേഗം തന്നെ കുരുവിയെ സഹായിക്കാമെന്നേറ്റു. അങ്ങനെ അമ്മക്കുരുവി തന്റെ തേനീച്ച കൂട്ടുകാരെയും കൂട്ടി ആനക്കുട്ടൻ കളിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയതും തേനീച്ചക്കൂട്ടം തങ്ങളുടെ പണി തുടങ്ങി. അവർ ആനക്കുട്ടന്റെ കൂട്ടത്തോടെ ആക്രമിച്ചു. തലയിലും കണ്ണിലും കുത്തേറ്റ് കണ്ണു കാണാൻ പോലും വയ്യാതെ ആനക്കുട്ടൻ പരക്കം പാഞ്ഞു. അപ്പോഴാണ് ദൂരെ തവളച്ചേട്ടന്റെ കരച്ചിൽ കേൾക്കുന്നത്. ആനക്കുട്ടൻ വേഗം ആ ഭാഗത്തേക്ക് പാഞ്ഞു. തവള കരയുന്നിടത്ത് കുളമോ നദിയോ ഉണ്ടാകുമല്ലോ. വെള്ളത്തിൽ ചാടിയാൽ തേനീച്ചക്കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടാമല്ലോ. ആ തവളയുടെ കരച്ചിൽ കേട്ട സ്ഥലത്ത് പാഞ്ഞെത്തിയ ആനക്കുട്ടൻ അടിതെറ്റി വീണത് ഒരു കൊക്കയിലേക്കായിരുന്നു. അമ്മക്കുരുവി പറഞ്ഞതനുസരിച്ച് ഒരു കൊക്കയുടെ വശത്തിരുന്നായിരുന്നു തവളച്ചേട്ടൻ കരഞ്ഞത്. കുറേ നേരം കഴിഞ്ഞ് മറ്റാനകൾ വന്ന് ആനക്കുട്ടനെ കൊക്കയിൽ നിന്നും രക്ഷിച്ചു. വീഴ്ചയിൽ നല്ല പരിക്കുപറ്റിയ ആനക്കുട്ടൻ അതോടുകൂടി ഒരു പാഠം പഠിച്ചു. പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഹലോ കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? മറ്റുള്ളവരെ വിനോദത്തിനായി ഉപദ്രവിക്കുന്നവർ ഒടുവിൽ അവരുടെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കേണ്ടി വരും. മറ്റുള്ളവരോടുള്ള ദയയും ബഹുമാനവും മാത്രമാണ് യഥാർത്ഥ സൗഹൃദവും സമാധാനവും സൃഷ്ടിക്കുന്നത്.